ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. വ്യക്തിപരമായ ചില കാരണങ്ങളാൽ കുറച്ച് നാളുകളായി വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോകളൊന്നും ഇറങ്ങാതിരിക്കുമ്പോഴും എനിക്ക് വേണ്ടിയും ട്രൂത്ത് ഫൈറ്റേഴ്സ് ടീമിന് വേണ്ടിയും പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇനി ദൈവം അനുവദിക്കുന്ന പക്ഷം മുടക്കമില്ലാതെ വീഡിയോകൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വന്തമായിട്ട് യാതൊന്നുമില്ലാതെ മറ്റുള്ളവരെ കോപ്പി അടിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിക ദാവാ പ്രവർത്തകരെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഗതികേട് ശരിക്കും പിടികിട്ടും. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ വില ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചിന്ത അങ്ങനെയാണ്. ക്രിസ്ത്യാനിക്ക് അവൻ വിശ്വസിക്കുന്ന കാര്യം സത്യമാണെന്ന് സ്ഥാപിക്കാൻ മറ്റൊരുത്തന്റെയും വിശ്വാസത്തെ ഇകഴ്ത്തുകയോ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളിൽ തിരുത്തലുകൾ വരുത്തിയെന്ന് പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളിൽ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരുടെ മതഗ്രന്ഥങ്ങളെ വളച്ചൊടിക്കേണ്ട കാര്യവുമില്ല. ക്രിസ്ത്യാനിയുടെ ദൈവം തന്റെ ജനത്തിന് നൽകിയ തന്റെ വചനത്തിലൂടെ അഥവാ ബൈബിളിലൂടെ അവന്റെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ സംഗതികളെല്ലാം നൽകിയിട്ടുണ്ട്. ലോകത്ത് വേറൊരു കൂട്ടർക്കും അങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അവർക്കെല്ലാം അനുബന്ധമായി വേറെ കുറെ ഗ്രന്ഥങ്ങളും കൂടി വേണം. ഉദാഹരണത്തിന് നമ്മൾ മുസ്ലിങ്ങളെ എടുക്കുകയാണെങ്കിൽ അവരുടെ ദൈവത്തിന്റെ വചനമായി അവർ കണക്കാക്കുന്നത് ഖുർആനാണ്. എന്നാൽ മുഹമ്മദ് മരിച്ച് 4 സഹസ്രാബ്ദത്തിന് ശേഷം ആരൊക്കെയോ എഴുതി വെച്ച ഹദീസുകൾ ഇല്ലെങ്കിൽ ഈ ഖുർആൻ വെറും വേസ്റ്റാണ്. കടല പൊതിയാൻ പോലും കൊള്ളില്ല, അത്രയും വേസ്റ്റാണ്. ഹദീസുകൾ ഇല്ലെങ്കിൽ മുഹമ്മദ് എന്ന മുസ്ലിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് യാതൊരു അറിവും ലോകത്തിന് കിട്ടുകയില്ല. അല്ലെങ്കിൽ ഖുർആൻ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു വിവരം ഇന്ന് കിട്ടുകയില്ല. ഇനി ഖുർആൻ ഹദീസുകളും മാത്രം ഉണ്ടായത് കൊണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായുള്ള ചരിത്രരേഖകൾ ധാരാളമുണ്ട്. ഇനി ചരിത്രരേഖകൾക്കപ്പുറത്ത് പഴയ പുതിയ നിയമരേഖകൾ അതും ഇഷ്ടം പോലെയാണ് ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞതിനെതിരായിട്ട്. അപ്പൊ ഇതെല്ലാം സത്യമാണെന്ന് വന്നാൽ ഈ ചരിത്രരേഖകളും പഴയ പുതിയ നിയമത്തിലുള്ള രേഖകളും അതല്ല ഈ ബൈബിള് ഇതൊക്കെ സത്യമാണെന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ഇസ്ലാമിക വിശ്വാസം പോയി, ഇസ്ലാമിക വിശ്വാസം പൊളിയും. അത് നുണയാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയപ്പെടും. അതുകൊണ്ട് ചരിത്രരേഖകൾ, സെക്യുലർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സുകളും അതുപോലെ ബൈബിളും തിരുത്തപ്പെട്ടതാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഗതികേട് മുസ്ലിങ്ങൾക്കുണ്ട്. ഇനി ഇത് ഇസ്ലാമിന്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും മതവിശ്വാസികളുടെയും ഗതികേടാണത്. എല്ലാ മതങ്ങളുടെയും ഗതികേടാണ്. കാരണം അവർക്ക് ഇതേപോലെ ആധികാരികമായ ബൈബിൾ പോലെ ആധികാരികമായ ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ടതാ ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നു, ഇത് 100% സത്യമാണ്, ഇതിനെതിരായിട്ട് യാതൊരു വിധമായ ചരിത്ര തെളിവുകളും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു കൂട്ടർക്കും പറ്റുകയില്ല. ഇനി ഇത് മാത്രമല്ല കേട്ടോ, അവരുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് അഡ്രസ് ഇല്ലാത്ത ഒരു പ്രവാചകനായതുകൊണ്ട്, മേൽവിലാസം ഇല്ലാത്തൊരു പ്രവാചകനായതുകൊണ്ട് മുഹമ്മദിന് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ദുരവസ്ഥയും അവർക്കുണ്ട്. ഈ ദുരവസ്ഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇസ്ലാമിന്റെ ആവിർഭാവം മുതലേ മുസ്ലിങ്ങൾക്കുള്ളതാണ്. മുഹമ്മദ് പ്രവാചകനാണെന്നും പറഞ്ഞു വന്ന കാലം മുതലേ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് മുഹമ്മദിനെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ എന്നുള്ളത്. തോറയിൽ എവിടെയെങ്കിലും മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ടോ എന്ന് യഹൂദന്മാരും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഏതെങ്കിലും ഭാഗത്ത് മുഹമ്മദിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടോ എന്ന് ക്രിസ്ത്യാനികളും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അക്കാലത്തെ മുസ്ലിങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇക്കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കിയിരുന്നു. അഡ്രസ് ഇല്ലാത്ത ഒരുത്തം വന്നു, ഊരും പേരും തിരിയാത്ത ഏതോ ഒരുത്തം വന്ന് പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ അനുഗമിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കളിയാക്കല്. ഈ പരിഹാസം തുടർക്കഥയായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു ഇറക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ.
അള്ളാഹു ഇറക്കിയതാണ് എന്നൊക്കെ മുസ്ലിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു നേരിട്ട് വന്ന കാലത്ത് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും പറഞ്ഞതല്ല. അള്ളാഹു ഇങ്ങനെ ഒരു ആയത്ത് ജിബ്രീലിന്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് മുഹമ്മദാണ് ആ ആയത്ത് മുസ്ലിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. മനസ്സിലായ? മുഹമ്മദിന് അഡ്രസ് ഇല്ലാന്നും പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിച്ച സമയത്ത് മുഹമ്മദ് തന്നെയാണ് എനിക്ക് അഡ്രസ് ഉണ്ട് ട്ടാ, എന്നെ കുറിച്ച് പ്രവചനം ഉണ്ട് ട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ചൊല്ലിയിരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. സൂറ 7 157 ആയത്ത് ഇന്നത്തെ ഖുർആന്റെ അകത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ മലയാള പരിഭാഷ ഞാൻ വായിക്കാം. അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ, ബ്രാക്കറ്റില് പരിഭാഷകര് മുഹമ്മദ് നബിയെ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ദൈവദൂതനെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. അവരോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ഇതിലും വലിയ കോമഡി വരെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് വിജയികൾ. സൂറ 7 157. അപ്പൊ ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദും മുസ്ലിങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും പ്രവചനമുണ്ട്. ഏതാണ് പ്രവചനമെന്നോ അല്ലെങ്കിൽ ഏത് പ്രവാചകനാണ് പ്രവചിച്ചതെന്നോ ഏത് പുസ്തകത്തിലാണ് പ്രവചനമുള്ളതെന്നോ ഒന്നും മുഹമ്മദിന് അറിയില്ല. ബൈബിളിലെ, അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഏത് പുസ്തകത്തിലാണ് ഏത് പ്രവാചകനാണ് പ്രവചിച്ചിരിക്കുന്നത്, ഏതാണ് ആ പ്രവചനം, ആ റെഫറൻസ് ഒന്ന് തരൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവം അറിയില്ല. അപ്പൊ മുഹമ്മദിനൊന്നും അറിയാത്തത് കൊണ്ട് സ്വാഭാവികമായും ജിബ്രീലിനും അള്ളാഹുവിനും അറിയില്ല. ഇപ്പൊ മുഹമ്മദിന് ഇല്ലാത്ത അറിവ് മുഹമ്മദിന്റെ മനസ്സിലെ സാങ്കല്പിക സൃഷ്ടിയായ അള്ളാഹുവിനുണ്ടാകില്ലല്ലോ, ഉണ്ടാവില്ല, സ്വാഭാവികം. പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട് എന്ത്, തൗറാത്തിലും ഇഞ്ചീലിലും അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനമുണ്ടെന്ന്. അങ്ങനെയാണ് സൂറ 7 157 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അന്ന് മുതൽ ബൈബിളിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനം ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. മുസ്ലിങ്ങളെ മുഴുവൻ മുഹമ്മദ് ശശിയാക്കി. മുഹമ്മദ് പറഞ്ഞ ഈ കാര്യം സത്യമാണെന്ന് കരുതി ഇവര് ബൈബിളിൽ മുഴുവൻ തപ്പുകയാണ്. ഈ മുസ്ലിങ്ങളുടെ ഒരു ഗതികേട് നിങ്ങൾ നോക്കണേ. നാഴികയ്ക്ക് 40 വട്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന്. ബൈബിൾ തിരുത്തപ്പെട്ട പുസ്തകമാണ് എന്ന് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പേ തന്നെ അവർ പറയും, ബൈബിളിൽ ഞങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ടെന്ന്. എടാ, തിരുത്തപ്പെട്ട പുസ്തകത്തിലുള്ള പ്രവചനം ആരാ വിലക്കെടുക്കുക? അതിന് ആരെങ്കിലും വല്ല വിലയും കൊടുക്കുവോ? അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇവന്മാർക്കില്ല. ലോകത്ത് ഇത്രയും ഗതികെട്ട വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? എന്റെ അറിവിൽ ആരുമില്ല. തൗറാത്തിലും ഇഞ്ചീലിലും മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ടെന്നുള്ള സൂറ 7 157 സത്യമാണെന്ന് തെളിയിക്കാനും അതുവഴി മുഹമ്മദിന് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെ 1400 കൊല്ലത്തോടടുപ്പിച്ചുള്ള ആശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുള്ള പല വേദഭാഗങ്ങളും എടുത്ത് അത് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ അതെല്ലാം അപ്പപ്പ പൊളിച്ച് കൈ കൊടുത്തിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് ഉത്തമഗീതം 5:16 മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ട് എന്ന ഇസ്ലാമിക വാദം. ഏതാണ്ട് 14 കൊല്ലം മുമ്പാണ് ഫേസ്ബുക്കിൽ ഈ വാദവുമായി മുസ്ലിങ്ങൾ വരുന്നത് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എന്റെ നേരെ ആദ്യമായിട്ട് അവർ വരുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ഈ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരുടെ ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടാണല്ലോ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അന്ന് ഇത് വായിച്ചു കഴിഞ്ഞപ്പിണ്ട് എനിക്ക് തോന്നി എന്ത് വിവരമൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ അന്നേ തന്നെ, അതായത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഈ വാദം കേൾക്കുകയും, അത് ഡയറക്റ്റിനോടൊന്നും പറഞ്ഞതല്ല, പുസ്തകത്തിൽ അവരുടെ പുസ്തകത്തിൽ വായിക്കുകയും അതിനുള്ള ഉത്തരം ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അക്കാലത്തെ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 14 കൊല്ലം മുമ്പാണ് എന്റെ നേരെ ആദ്യമായിട്ട് ഈ വാദവുമായിട്ട് വരുന്നത്. അപ്പൊ തന്നെ അതിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നീട് പല പല ഗ്രൂപ്പുകളിൽ ഇതേ വാദവുമായി, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഇതേ വാദവുമായി ദാവാപ്രവർത്തകർ വരാൻ തുടങ്ങിയതോടെ മറുപടി പറഞ്ഞ് ഓരോ പ്രാവശ്യം ഇത് കോപ്പി ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പിന്നെ കോപ്പി ചെയ്യാണല്ലോ. പക്ഷെ അത് തന്നെ അങ്ങനെ കോപ്പി ചെയ്ത് തന്നെ മടുത്ത് അത്രമാത്രം ഇതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങളത് സത്യമാർഗത്തിൽ പോസ്റ്റ് ചെയ്തു.
സത്യമാർഗത്തിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ ആരെങ്കിലും ഇതും പറഞ്ഞു വന്നാൽ സത്യമാർഗത്തിൽ നിന്നുള്ള ലിങ്ക് ഞങ്ങളവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്ക്, ഇതിനുള്ള മറുപടി ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി പിന്നെ ഫേസ്ബുക്കിൽ ഈ വാദം അധികം ഇപ്പൊ കാണാറില്ല. കാരണം ഞങ്ങൾ മാത്രമല്ല മറ്റു സഹോദരന്മാരും ഈ വാദവുമായിട്ട് ആരെങ്കിലും വന്ന അപ്പം തന്നെ സത്യമാർഗത്തിൽ നിന്ന് ലിങ്ക് എടുത്ത് അവിടെ കൊണ്ടിടും. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇപ്പം അധികം കാണാറില്ല. പക്ഷേ യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ ദാവാക്കാർ ഇതേ വാദം ഇപ്പോഴും ഉയർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. I have read the Bible through many times. Muhammad is not mentioned in the Old Testament. With this countless number of reading, the man doesn't see it. Muhammad is mentioned by name in the original scriptures. The Old Testament, according to Christian authorities, was preserved in the Hebrew language, and the New Testament in Greek scriptures, Greek language. In the Old Testament, in the Song of Solomon, chapter 5, verse 16, in the Hebrew language, it reads, Hikko mamitakim vi kullo Muhammadim zahdudi vi zahra'i bainat Jerusalem. Song of Solomon, chapter 5, verse 16. The word Muhammadim is Muhammad, im, I am im. Im is a plural of respect in Hebrew. Song of Solomon, chapter 5, verse 16. Yes, the name Muhammad does show up. It does say Muhammadim, but the name Muhammad is very plainly in the text. Hikko mantakim v'chullo Muhammadim zedodi v'zer'i benot Yerushalayim. Hikko mantakim v'chullo Muhammadim zedodi v'zer'i benot Yerushalayim. മുഹമ്മദ് ഇം എന്ന വാക്ക് ഉത്തമഗീതം 5:16 ഉണ്ടെന്നും ഉത്തമഗീതം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പ്രവചനം അടങ്ങിയ പുസ്തകമാണെന്നുമാണ് ഇവന്മാര് പറയുന്നത്. അതിൽ അഹമ്മദീദാത്ത് പറയുന്നത്, ഏറ്റവും ആദ്യം കാണിച്ച ആ താടിക്കാരനുണ്ടല്ലോ ആ പുള്ളി, അഹമ്മദീദാത്ത് പറയുന്നത് ഇം എന്നുള്ളത് പ്ലൂറൽ ഓഫ് റെസ്പെക്ട് എന്നാണ്. ഉത്തമഗീതം 5:16 ഹീബ്രു ടെക്സ്റ്റ് ഒക്കെ കാണിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അഹമ്മദീദാത്തിന് ഹീബ്രു അറിയാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഈ ഹീബ്രു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിറ്ററേഷൻ ചെയ്തിട്ട് അത് വായിക്കുകയാണ് ദീദാത്ത് ചെയ്തിരിക്കുന്നത്. ഉച്ചാരണം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. ജെറുസലേം എന്നാണ് ദീദാത്ത് ഉച്ചരിച്ചത്. ഹീബ്രു ടെക്സ്റ്റിൽ ജെറുസലേം എന്നല്ല യെരുഷലായിം എന്നാണ് എഴുതിയിരിക്കുന്നത്. യെരുഷലായിം. ദീദാത്തിന് ഹീബ്രു വായിക്കാൻ അറിയുമായിരുന്നെങ്കിൽ യെരുഷലായിം എന്ന് തന്നെ വായിക്കുമായിരുന്നു, അല്ലാതെ ജെറുസലേം എന്ന് വായിക്കില്ല. മനസ്സിലായോ? അത് മാത്രമല്ല മുഹമ്മദ് ഇം എന്നാണ് ദീദാത്ത് പറയുന്നത്. പക്ഷെ മുഹമ്മദിം എന്നല്ല, മുഹമ്മദ് ഇം എന്നല്ല, മഹ്മദീം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൂ അല്ല, മായാണ്. മഹ്മദീം എന്നാണ് ആ ഹീബ്രു വാക്ക്. മനസ്സിലായോ? അപ്പൊ അതും ദീദാത്തിന് ഹീബ്രു വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നതിന്റെ തെളിവാണ്. വായിക്കാൻ അറിയുമായിരുന്നെങ്കിൽ മഹ്മദീം എന്ന് തന്നെ പറഞ്ഞാലേ, മഹ്മദീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇം എന്നൊന്നും പറയില്ല. ഈ ഉത്തമഗീതം 5:16 നമുക്ക് മൂലഭാഷയിൽ തന്നെ കേട്ടു നോക്കാം. മൂലഭാഷയിൽ Hikko mamtakim v'chullo Muhammadim zedodi v'zer'i benot Yerushalayim. കേട്ടല്ലോ? ഹീബ്രുവിൽ മുഹമ്മദീം എന്നല്ല മഹ്മദീം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മഹ്മദീം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിപ്പ് കേട്ടു നോക്കാം. Hikko mamtakim v'chullo Muhammadim zedodi v'zer'i benot Yerushalayim. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹമ്മദീം എന്നുള്ള വാക്ക് മഖ്മദ് എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഈ മഖ്മദ് എന്ന വാക്ക് പഴയ നിയമത്തിൽ 12 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, 12 വട്ടം. ഈ മഹ്മദ് എന്ന വാക്ക് ഖമ്മദ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ഖമ്മദ്. ഈ ഖമ്മദ് എന്ന വാക്ക് ബൈബിളിൽ ഏറ്റവും ആദ്യം വരുന്നത് ഉൽപ്പത്തി 2:9 കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. ഉൽപ്പത്തി 2:9.
കാണാൻ ഭംഗിയുള്ളതും എന്ന് പറയുന്നതിലെ ഭംഗിയുള്ളത് എന്നതിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഖമ്മദ് എന്ന വാക്കാണ്. ഈ ഖമ്മദ് എന്ന വാക്കിൽ നിന്നാണ് മഖ്മദ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. മഖ്മദ് എന്ന വാക്കിന്റെ ബഹുവചന രൂപമാണ് മഖ്മദീം എന്ന വാക്ക്. ഇതെല്ലാം അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വിവരങ്ങളാണ്. ഈ മഹ്മദീം എന്ന പദം മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് പറയണമെങ്കിൽ തൊലിക്കട്ടി കുറച്ചൊന്നും പോരാ. ഒരു വ്യക്തി ഇസ്ലാം മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ചിന്താശേഷി നശിക്കാൻ തുടങ്ങുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദാവാക്കാരുടെ ഈ വാദം. ഉത്തമഗീതം 5:16 പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ ഇപ്രകാരമാണ്: അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരുശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഇവിടെ സർവാംഗ സുന്ദരൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഖ്മദീം എന്ന പദമാണ്. മഖ്മദീം ഇതെടുത്തിട്ടാണ് മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട് എന്ന് മുസ്ലിങ്ങൾ വാദിക്കുന്നത്. നമുക്കിതിന്റെ സത്യാവസ്ഥ പരിശോധനാ വിധേയമാക്കാം. ഈ മഹ്മദീം എന്നത് പേരല്ല, വിശേഷണ പദമാണ് എന്ന കാര്യം നാം ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. പേരായിരുന്നെങ്കിൽ ഒരിക്കലും ആ വാക്ക് തർജ്ജമ ചെയ്യില്ല, പേരായി തന്നെ ഉപയോഗിക്കുമായിരുന്നു. ഈ ബൈബിളിലെ പേരുകൾക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഹീബ്രു ഭാഷയിൽ പേരുകൾക്ക് അർത്ഥമുണ്ട്, കൃത്യമായിട്ട് അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത ഒരു പേര് അവർക്കില്ല. അതായത് ഇപ്പൊ അബ്ശലോം എന്നുള്ള പേര് നമുക്കറിയാം. അബ്ശലോം ദാവീദിന്റെ മകനാണ്. അബ്ശലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ പിതാവ്. അബ്ബ എന്ന് പറഞ്ഞാൽ പിതാവ്, ശാലോം എന്ന് വെച്ചാൽ സമാധാനം. അബ്ശലോം സമാധാനത്തിന്റെ പിതാവ്. അല്ലെങ്കിൽ അബിമേലക്ക്. അബിമേലക്ക് എന്ന് പറഞ്ഞാൽ അബ്ബ് എന്ന് പറഞ്ഞ പിതാവ്, മേലക്ക് എന്ന് പറഞ്ഞ രാജാവ്. അബിമേലക്ക് എന്റെ പിതാവ് രാജാവാകുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. അബ്ബ് എന്ന് പറഞ്ഞ പിതാവ്, അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ്. അങ്ങനെ ഓരോ പേരുകൾ എടുത്തു കഴിഞ്ഞാൽ ആദാം എന്ന് പറഞ്ഞ മണ്ണിൽ നിന്നുള്ളവൻ എന്നുള്ളതാണ്. ഹവ്വ ജീവനുള്ളവർ, ജീവനുള്ളവർക്കൊക്കെ മാതാവല്ലോ എന്നും പറഞ്ഞിട്ട് ആ പേരിടുന്നത്. ഇങ്ങനെ എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട്, മനസ്സിലായോ? പക്ഷെ എന്നിട്ട് ആ അർത്ഥമല്ലല്ലോ നമ്മൾ അബ്ശലോം എന്ന് തന്നെയാ കാണുന്നത്, അല്ലാതെ സമാധാനത്തിന്റെ പിതാവുന്ന ഒരു തർജ്ജമ ചെയ്ത് വെച്ചിട്ടില്ല, മനസ്സിലായ? അബിമേലക്ക് എന്ന് തന്നെ നമ്മൾ കാണുന്നത്, അല്ലാതെ എന്റെ പിതാവ് രാജാവാകുന്നു എന്നും പറഞ്ഞ് അങ്ങനെയല്ല തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ തർജ്ജമ ചെയ്തില്ല, പേര് തർജ്ജമ ചെയ്യില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് ഇവരീ പറയുന്നത് പോലെ ഈ മഹ്മദ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ മഹ്മദീം എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പേരായിരുന്നെങ്കിൽ ഒരിക്കലും അത് തർജ്ജമ ചെയ്യില്ല, പേരായി തന്നെ ഉപയോഗിക്കുമായിരുന്നു. ഉത്തമഗീതം 5:16 എന്ന് പറയുന്നത് ആ അധ്യായത്തിൽ 5-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യമാണ്. അതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യെരുശലേം പുത്രിയായ കന്യക തന്റെ പ്രിയനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. തന്റെ പ്രിയനെ കുറിച്ചുള്ള വർണ്ണനയാണ്, അതാണ് നടത്തുന്നത്. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോളുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകും. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും, അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ, അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം, അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ. അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരുശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഉത്തമഗീതം 5:9 മുതൽ 16 വരെ. തന്റെ പ്രിയനെ കുറിച്ചുള്ള യെരുശലേം പുത്രിയുടെ വർണ്ണനയിൽ സർവാംഗ സുന്ദരൻ എന്നുള്ള വിശേഷണം എടുത്ത് ഹീബ്രുവിൽ ആ വാക്ക് മുഹമ്മദീം എന്നാണെന്ന് നുണ പറഞ്ഞ്, നുണ ഞാൻ വെറുതെ പറഞ്ഞല്ല, മഹ്മദീം എന്ന വാക്കിനെയാണ് ഇവർ മുഹമ്മദീം എന്നാക്കുന്നത്. അതുകൊണ്ടാണ് നുണ പറഞ്ഞെന്ന് പറഞ്ഞത്. മഹ്മദീം എന്നുള്ളത് മഹ്മദീം തന്നെ പറയണം, അതല്ല പറയുന്നത്, മുഹമ്മദീം എന്നാ ഇവര് പറയുന്നത്. നുണയാ, പച്ച നുണ.
അപ്പൊ അങ്ങനെ നുണ പറഞ്ഞ് മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഈ ദാവാക്കാര് വൃഥാ വ്യായാമം ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ മുസ്ലിങ്ങളോടുള്ള സഹതാപം അതിന്റെ അത്യുച്ചാവസ്ഥയിൽ എത്തുകയാണ്. ഇത്രയും ഗതികെട്ട ഒരു കൂട്ടം ഈ ലോകത്ത് വേറെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ലുണ്ടെന്ന്. പാവം തോന്നുന്നു, സഹതാപം. ഈ മഹ്മദീൻ എന്ന വാക്ക് ബഹുവചനമാണ്. അഹമ്മദീദാത്ത് പറയുന്നത് പോലെ ഇം എന്നുള്ളത് ഈ ഹീബ്രുവിൽ പ്ലൂറൽ ഓഫ് റെസ്പെക്റ്റ് അല്ല. അതായത് ബഹുമാന സൂചകമായിട്ടുള്ള ബഹുവചനം ഉണ്ടല്ലോ, അതല്ല. ഇപ്പൊ നമ്മളെക്കാളും മുതിർന്ന ആളെ സാധാരണഗതിയിൽ നമ്മൾ ആരും നീ എന്ന് വിളിക്കാറില്ല, നിങ്ങൾ എന്ന് വിളിക്കും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. പക്ഷെ അവിടെ ഒരാളെ ഉള്ളൂ, ഒരാളോടാണ് നമ്മൾ നിങ്ങൾ എന്ന് പറയുന്നത്. അത് ബഹുമാന സൂചകമായിട്ട് നമ്മൾ ബഹുവചനത്തിൽ സംബോധന ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളെയോ ഉയർന്ന പദവിയിലിരിക്കുന്ന സ്ത്രീകളെയോ നമ്മൾ അവൾ എന്ന് പറയില്ല, അവൾ എന്നൊന്നും അങ്ങനെ പറയില്ല, അവർ എന്നേ പറയൂ. അവർ എന്ന് പറഞ്ഞാലും ബഹുവചനമാണ്. അപ്പൊ നമ്മൾ ഒരു സ്ത്രീക്ക്, ഒരു വ്യക്തിക്ക്, ഒരു വ്യക്തിയെ അവർ എന്ന് വിളിക്കുന്നത് അത് ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ ബഹുമാന സൂചകമായിട്ടുള്ള ബഹുവചനമാണ് ഇം എന്ന് ഹീബ്രുവില് ഇം എന്നുള്ളത്. എന്ന് അഹമ്മദീദാത്ത് പറയുന്നത് ശുദ്ധ നുണയാണ്. എബ്രായ ഭാഷയിൽ ഈം എന്ന് ചേർക്കുന്നത്, അതായത് ഒരു പദത്തിനോട് കൂടെ ഈം എന്ന് ചേർക്കുന്നത് ബഹുമാനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഏകവചനത്തെ ബഹുവചനമാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായ? അത് ബഹുമാനത്തിനൊന്നല്ല. ഏതിനെ അങ്ങനെ തന്നെ ആണ് ചേർക്കുന്നത്. ഇപ്പൊ എലോഹ്, എലോഹീം, കെരൂബ്, കെരൂബീം, മലക്ക്, മലക്കീം, ഷമ്മ, ഷമ്മായീം, കെത്തൂബ്, കെത്തൂബീം, അങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകൾ നമുക്ക് സാധാരണ പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. അത്യാവശ്യം ബൈബിൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ വാക്കുകളൊക്കെ എബ്രായത്തിൽ തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നോക്കിയാൽ ഇതൊന്നും ബഹുമാന സൂചകമായിട്ടുള്ള ബഹുവചനങ്ങളല്ല. സാധാരണഗതിയിൽ ഏതൊരു ഭാഷയിലും ഉപയോഗിക്കുന്നത് പോലെയുള്ള ബഹുവചനങ്ങൾ മാത്രമാണെന്ന് കാണാൻ പറ്റും. എബ്രായ ഭാഷയെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി തക്കിയ ഇറക്കിയതാണ് ഈ അഹമ്മദീദാത്ത്. അഹമ്മദീദാത്തിന്റെ ഈ വാദം അങ്ങനെ തന്നെ കൊണ്ടുപിടിച്ചിട്ടാണ് ഇന്നും ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ഈ വാദവുമായിട്ട് നടക്കുന്നത്. ഇനി ഇവന്മാര് പറഞ്ഞതുപോലെ മഹ്മദീം എന്നുള്ളത് ഒരാളുടെ പേരായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വിശേഷണ പദമല്ല, പേരാണ് എന്ന് ഇവർ പറയുന്നു. മുഹമ്മദാണ്, മുഹമ്മദിനെ കുറിച്ചുള്ള, മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനമാണ്, മുഹമ്മദിന്റെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അതങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വാദത്തിന് വേണ്ടി അത് എടുക്കുകയാണെങ്കിൽ അവൻ മുഹമ്മദ്മാർ തന്നെ എന്ന ബഹുവചനമാണ് അവിടെ വരിക. മനസ്സിലായ? അവൻ സർവാംഗ സുന്ദരൻ തന്നെ. അപ്പൊ ആ സർവാംഗ സുന്ദരൻ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ അവൻ മുഹമ്മദ്മാർ, അവൻ മുഹമ്മദ്മാർ തന്നെ, അങ്ങനെ ബഹുവചനം വരിക. അല്ലാണ്ട് മുഹമ്മദ് എന്ന ഏകവചനമായിരിക്കില്ല. അവൻ മുഹമ്മദ് തന്നെ എന്നല്ല. കാരണം മഹ്മദ് എന്നല്ല, മഹ്മദീം എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ ബഹുവചനം വരണം. കുറെ മുഹമ്മദ്മാരെ കുറിച്ചുള്ള പ്രവചനമാണ്. പക്ഷെ അവൻ എന്ന ഏകവചനത്തിൽ പറഞ്ഞിട്ടാണ് ഈ ബാക്കി പറഞ്ഞതും കൂടി നോക്കണം. അവൻ മുഹമ്മദ്മാർ തന്നെ. എന്തോ നാടേ ദാവാക്കാരെ ഇത്. ഇനി ഈ പദം വന്നിരിക്കുന്ന പഴയ നിയമത്തിലെ മറ്റു ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ 12 പ്രാവശ്യം മഹ്മദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മഹ്മദ് എന്നുള്ളത് മഹ്മദേ, മഹ്മദേൻ, മഹ്മദീം, അങ്ങനെയൊക്കെ പല രീതിയിലാണ് വന്നിരിക്കുന്നത് 12 വട്ടം. ഹോശയ 9:6 അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിസ്രയീം അവരെ കൂട്ടിച്ചേർക്കും, മോഫ് അവരെ അടക്കം ചെയ്യും, അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാക്കും, മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. ഹോശയ 9:6. അപ്പൊ ഈ മനോഹര സാധനങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, തൂവയ്ക്ക് അവകാശമാകുന്ന മനോഹര സാധനങ്ങൾ. ആ മനോഹര എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദീം എന്ന പദമാണ്. മനോഹരമായിരിക്കുന്ന മനോഹര സാധനങ്ങൾ. അതുപോലെ ഹോശയ 9:16 എഫ്രൈമിന് പുഴുക്കുത്ത് പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പോയി, അവർ ഫലം കായ്ക്കയില്ല, അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. ഹോശയ 9:16. ഇവിടെ ഇഷ്ടകരമായ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദേ എന്ന പദമാണ്. മഹ്മദ് എന്ന വാക്ക് മുഹമ്മദിനെ കുറിക്കുന്നതാണ് എന്ന മുസ്ലിങ്ങളുടെ വാദം വെച്ച് നോക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ ഞാൻ കൊന്നുകളയും എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ആ ഇഷ്ടകരമായ അത് മഹ്മദേ എന്നുള്ളത് മുഹമ്മദിനെ കുറിക്കുന്നതാണ് എന്ന് ഉത്തമകീർത്തി മാത്രമല്ല ഇവിടെ പറയുന്നത് മുഹമ്മദിനെ തന്നെയാണല്ലോ. അപ്പോ ഈ വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മുഹമ്മദാണ് ഇവരുടെ വാദപ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം എന്താ പറയുന്നത്? ഇവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും എന്നുവെച്ചാൽ മുഹമ്മദിനെ, ഇവരുടെ വാദം അനുസരിച്ച് മുഹമ്മദിനെ ദൈവം കൊന്നുകളയും എന്നുള്ള വാഗ്ദത്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവചനമാണ്, ഭാവിയിൽ അങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദിനെ ദൈവം കൊന്നുകളയും. അങ്ങനെ എടുക്കണ്ടേ ഇവരുടെ വാദം അനുസരിച്ചാണെങ്കിൽ. 1 രാജാക്കന്മാർ 20:6
നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. 1 രാജാക്കന്മാർ 20:6. ഇഷ്ടമുള്ളതൊക്കെയും എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദ് എന്ന പദമാണ്. മുസ്ലിങ്ങളുടെ വാദപ്രകാരം നോക്കിയാൽ മുഹമ്മദിനെ കൊള്ളയടിക്കും. ഇഷ്ടമുള്ളതൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ മുഹമ്മദിനെ കൊള്ളയടിക്കും എന്നാണ് ഇവിടെ പറയുന്നതെന്ന് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. ഇനി വിലാപങ്ങൾ 1-ാം അധ്യായം 10-ാം വാക്യം. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. വിലാപങ്ങൾ 1:10. ഇവിടെ മനോഹര വസ്തുക്കൾ എന്നതിലെ മനോഹര എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദേ എന്ന പദമാണ്. മുസ്ലിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം മുഹമ്മദിന്റെ മേൽ വൈരികൾ കൈവയ്ക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്, മനോഹര വസ്തുക്കളുടെ മേൽ വൈരികൾ കൈവയ്ക്കും. അപ്പൊ ആ മനോഹരം എന്നുള്ളത് മഹ്മദേ എന്ന പദമായതുകൊണ്ട് അതെ മുഹമ്മദിന്റെ മേൽ ശത്രുക്കൾ കൈവയ്ക്കും, മുഹമ്മദിനെ പഞ്ഞിക്കിടും. മുഹമ്മദിനെ പഞ്ഞിക്കിടുന്ന കാര്യമാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് മുസ്ലിങ്ങളെ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. വിലാപങ്ങൾ 2:4. ശത്രു എന്ന പോലെ അവൻ വില്ലുകുലച്ചു, വൈരി എന്ന പോലെ അവൻ വലങ്കൈയോങ്ങി, കണ്ണിന് കൗതുകമുള്ളതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചുരിഞ്ഞു. വിലാപങ്ങൾ 2:4. കണ്ണിന് കൗതുകമുള്ളത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദേ എന്ന പദമാണ്. മഹ്മദേ. അപ്പൊ അത് മുഹമ്മദിനെ കുറിച്ചാണല്ലോ ഇവരുടെ വാദം അനുസരിച്ച്. മുഹമ്മദിനെ ശത്രുക്കൾ നശിപ്പിച്ചു കളയും. നിന്റെ കണ്ണിന് കൗതുകമായിരിക്കുന്നതൊക്കെ ശത്രു നശിപ്പിച്ചു കളയും. അങ്ങനെയാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുഹമ്മദിനെ ശത്രുക്കൾ നശിപ്പിച്ചു കളയും എന്നുള്ള പ്രവചനമാണിതെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ സമ്മതിക്കോ? ഉത്തമഗീത 5:16 മാത്രം എടുത്താൽ പോരല്ലോ. അവിടെ മഹ്മദീം എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് അത് മുഹമ്മദിനെ കുറിച്ചാണ്. ബാക്കിയുള്ള 11 സ്ഥലങ്ങളിലും മഹ്മദേ എന്നുള്ള വാക്കല്ല മഹ്മദീം എന്നുള്ള വാക്കുള്ളത് കൊണ്ട് അതും അങ്ങനെ തന്നെ എടുക്കണം മുസ്ലിങ്ങളെ. നിങ്ങൾ ഉത്തമഗീത 5:16 മാത്രം എടുത്താൽ പോരാ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ മുഹമ്മദിനെ ശത്രുക്കൾ നശിപ്പിച്ചു കളയും. അങ്ങനെയുള്ള പ്രവചനമാണ് ഇതെന്ന് മുസ്ലിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇനി അടുത്തത് 2 ദിനവൃത്താന്തം 39:16. അവർ ദൈവാലയം ചുട്ടു, യെരുശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അവിടെ മനോഹര സാധനങ്ങൾ എന്നതിലെ മനോഹരമായത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് വിശേഷണമാണ്. ആ സാധനങ്ങൾക്കുള്ള വിശേഷണമാണ് മനോഹരം എന്നുള്ളത്. അപ്പൊ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദീം എന്ന പദമാണ്. മനോഹര സാധനങ്ങൾ. അപ്പൊ അതൊക്കെ ശത്രു എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. മുഹമ്മദിനെ നശിപ്പിച്ചു കളയും എന്നുള്ള പ്രവചനമാണിത്. അങ്ങനെ സമ്മതിക്കേണ്ടി വരും മുസ്ലിങ്ങളെ നിങ്ങൾക്ക്. മുഹമ്മദിനെ നശിപ്പിക്കുന്ന പ്രവചനമാണ്. അടുത്ത യെശയ്യാവ് 64:11. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്ക് ഇരയായി തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. യെശയ്യാവ് 64:11. മനോഹരമായിരുന്നതൊക്കെയും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദീം എന്ന പദമാണ്. യെഹെസ്കേൽ 24:16. മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്കൽ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണീർ വാർക്കുകയോ ചെയ്യരുത്. യെഹെസ്കേൽ 24:16. ഇവിടെ കണ്ണിന്റെ ആനന്ദമായവളെ എന്നതിൽ അതിലെ ആനന്ദം എന്നതിന് ആനന്ദമായവളെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദ് എന്ന പദമാണ്. ഇവിടെ യെഹെസ്കേലിന്റെ ഭാര്യയെ ഉദ്ദേശിച്ചാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. യെഹെസ്കേലിന്റെ ഭാര്യയെ, ഒരു സ്ത്രീയെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് മഹ്മദ്. അപ്പൊ ഇവര് മുഹമ്മദിനെ ഒരു സ്ത്രീയാക്കി മാറ്റി. ഇവരുടെ വാദം അനുസരിച്ച് കണ്ണിന്റെ ആനന്ദമായവളെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മഹ്മദി എന്നുള്ള വാക്കാണ്. ഇത് 5:16 ഉത്തമഗീത 5:16 ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഒരു സ്ത്രീയാണ്. ഇവര് മുഹമ്മദിനെ സ്ത്രീയാക്കി മാറ്റി. അതോ മുഹമ്മദിനി ട്രാൻസ്ജെൻഡർ എങ്ങാനും ആണെന്നാണോ ദാവാക്കാർ പറയുന്നത്? കുറെ നാള് പുരുഷനായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് എങ്ങനെയോ ജീവിച്ചു, പിന്നീട് പുരുഷ ഹോർമോണുകൾ വന്നു, അല്ലെങ്കിൽ സ്ത്രീ ഹോർമോണുകൾ വന്നിട്ട് നിലവിലുള്ള ആ ലിംഗത്തിൽ നിന്ന് എതിർലിംഗത്തിലേക്ക് മാറി, ട്രാൻസ്ജെൻഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നാണോ ഈ ദാവാക്കാരെ നിങ്ങൾ പറയുന്നത്? ഏതായാലും ഞങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് അങ്ങനെയുള്ള ഇതൊന്നുമില്ല കേട്ടാ. ഞങ്ങൾ അങ്ങനെ പറയുന്നൊന്നുമില്ല. പുള്ളി ഒരു പുരുഷനായിട്ടാണ്, കാമഭ്രാന്തനായ ഒരു പുരുഷനായിട്ടാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, വീണ്ടും യെഹെസ്കേൽ 24:21. നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും
നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ഛയുമായിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. യെഹെസ്കേൽ 24:21. അപ്പൊ ഇവിടെ കണ്ണിന്റെ ആനന്ദവും എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആനന്ദം എന്നുള്ള ആ വാക്ക്, അങ്ങനെ ആനന്ദം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ആ വാക്ക് അവിടെ മൂലഭാഷയിൽ മഹ്മദി എന്ന വാക്കാണ്. യെഹെസ്കേൽ 24:25. മനുഷ്യപുത്ര, അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ഛയുമായിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ എന്ന് പറയുമ്പോൾ അവിടെ കണ്ണിന്റെ ആനന്ദം, അതിൽ ആനന്ദവും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ മഹ്മദ് എന്ന പദമാണ്. മുഹമ്മദിനെ ബൈബിളിൽ തിരികെ കയറ്റാൻ വേണ്ടി ഇവന്മാര് നടത്തുന്ന ഈ കഷ്ടപ്പാട് കാണുമ്പോൾ സത്യം പറയാലോ ചിരിച്ചൊരു വഴിയായി പോകും. ഇവരുടെ ഈ വാദത്തിന്റെ പൊള്ളത്തറ അല്ലെങ്കിൽ അതിന്റെ ബാലിശമായ വാദമാണ്. ആ ബാലിശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു മനോഹരൻ ചേട്ടനുണ്ട്, ഒരു പാവം മനുഷ്യൻ. അപ്പൊ ദാവാക്കാരുടെ ഈ വാദം വെച്ച് നാളെ ഈ മനോഹരൻ ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കും ബന്ധുക്കാർക്കും സ്നേഹിതന്മാർക്കും ഒക്കെ പറയാം, ദേ ബൈബിളിലെ മനോഹരനെ കുറിച്ച് പ്രവചനമുണ്ട്, മനോഹരൻ ചേട്ടനെ കുറിച്ച് പ്രവചനമുണ്ടെന്ന് പറയാം ഇവരുടെ വാദം അനുസരിച്ചാണെങ്കിൽ. കാരണം ഇതേ ഉത്തമഗീതത്തിൽ തന്നെ മനോഹരൻ എന്നുള്ള വാക്കുണ്ട്, മനോഹരൻ ചേട്ടനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് ഇവർക്ക് പറയാം. മനോഹരൻ ചേട്ടനെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. ഉത്തമഗീതം 1:16. എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. ഉത്തമഗീതം 1:16. അപ്പൊ ഈ വാക്യം എടുത്തിട്ട് മനോഹരൻ ചേട്ടനോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ പറഞ്ഞുകൊണ്ട് വരികയാണ്, ഇതേ കണ്ടില്ലേ, വാക്യം വായിക്കുകയാണ്, ഇതേ കണ്ടില്ലേ മനോഹരൻ, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് മനോഹരൻ. ഇത് മനോഹരനെ കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വന്നാൽ ക്രിസ്ത്യാനികളുടെ കാര്യം വിടും, ബാക്കി മനുഷ്യരുണ്ടല്ലോ, അത്യാവശ്യം മൂളയുള്ള ചിന്തിക്കാൻ കഴിവുള്ള സാധാരണ മനുഷ്യര്, അവര് പോലും ആ വാദത്തിനെ എങ്ങനെയായിരിക്കും കാണുക? പുച്ഛിച്ചു വിടും, പുച്ഛത്തോടെ അവഗണിച്ചു വിടും, അതേ ചെയ്യുള്ളൂ. അല്പമെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോ പറഞ്ഞു വരുന്നവനെ കളിയാക്കി വിടും. അങ്ങനെ മാത്രമേ മുസ്ലിങ്ങളെ നിങ്ങളുടെ ഈ വാദത്തെയും സുബോധമുള്ള മനുഷ്യരെടുക്കുകയുള്ളൂ. ക്രിസ്ത്യാനികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സുബോധമുള്ള ഏതൊരു മനുഷ്യനും നിങ്ങളുടെ ഈ വാദത്തെ ഇങ്ങനെ എടുക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും മുസ്ലിങ്ങളെ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്കതില്ല, ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ മദ്രസ പൊട്ടന്മാരെന്ന് മറ്റുള്ളവർ വിളിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ, നിങ്ങളുടെ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങളെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കുക. പണ്ഡിതന്മാർക്ക് ബുദ്ധിയില്ല, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവനവിടെ പണ്ഡിതനാകാൻ പറ്റുന്നത്. ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണെങ്കിൽ ഖുർആനും ഹദീസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് പോകും. അത് പോകാത്തതിന്റെ തെളിവ് തന്നെ അയാൾക്ക് ചിന്താശേഷി ഇല്ല, അയാൾക്ക് ബുദ്ധിയും ബോധമില്ല. അതുകൊണ്ട് അയാൾ ഇസ്ലാമിൽ പണ്ഡിതനായിട്ട് മാറുന്നു. അങ്ങനെ പണ്ഡിതന്മാർ ഇതേപോലെ, അതുകൊണ്ടാണ് ആ പണ്ഡിതന്മാർ ഇത്തരം വാദങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ അവരിങ്ങനെ വാദവുമായിട്ട് വരുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ, നിങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട മുസ്ലിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവരാണല്ലോ, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, എഴുത്തും വായനയൊക്കെ അറിയാമല്ലോ, ഇംഗ്ലീഷൊക്കെ ഒരു വായിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പൊ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ വാദവും കൊണ്ട് ക്രിസ്ത്യാനികളുടെ അടുത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നാണം കെടില്ല, അപമാനിതനായി തീരില്ല കേട്ടാ. ഇനി ഇത് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് എടുക്കുന്നതിന് കാരണം സൂറ 7:157 ആണല്ലോ. അതിന്റെ ആദ്യഭാഗത്ത്, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ പിൻപറ്റുന്നവർക്ക് എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്ന സൂറ 7:157 തുടക്കത്തിലുള്ള ഭാഗം. അപ്പൊ ഇവിടെ ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി, അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ അനുസരിച്ച് തൗറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗറാത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച 5 പുസ്തകങ്ങളാണ്, അതാണ് തൗറാത്ത്. ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ ഈസാ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്, ഇതാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഈ ഉത്തമഗീതം ഏത് വിഭാഗത്തിൽ വരും? മുസ്ലിങ്ങളുടെ വാദം അനുസരിച്ചിട്ട് മൂസയുടെ 5 പുസ്തകം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സബൂർ ഉണ്ട്. ദാവൂദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത സബൂർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അത് ഓക്കെ. അപ്പൊ തൗറാത്തും സബൂറും, പിന്നെ അത് കഴിഞ്ഞ് ഈസാ നബിക്ക് ഇഞ്ചീലും. ഇവിടെ സബൂറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, തൗറാത്തിലും ഇഞ്ചീലിലും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സബൂർ ഒഴിവുമാണ്. പക്ഷെ ഈ ഉത്തമഗീതം ഏതിൽ വരും? ഇത് തൗറാത്തിൽ പെട്ടതല്ല, ഇത് ഇഞ്ചീലിൽ പെട്ടതല്ല. ഇവരുടെ തന്നെ വാദം അനുസരിച്ച് നമുക്കിതൊന്നും ഇല്ലാട്ടാ. നമുക്കിത് പഴയ നിയമം തന്നെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇപ്പൊ തനാഖ് എന്ന് പറയുന്നത് തോറ, നെബുവിയും കെത്തുവിയും എന്ന് പറയുന്നത്, അതിൽ കെത്തുവി എന്ന് പറയുന്നതിലാണ് ഈ ഉത്തമഗീതം വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, പഴയ നിയമത്തിന്റെ 3 വിഭജനത്തിൽ എവിടെയാണ് വരുന്നത് നമുക്കൊക്കെ അറിയാം. അത് നമുക്കത് വിഷയമുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അതൊരു വിഷയമല്ല.
പക്ഷെ ഇവരുടെ വാദം അനുസരിച്ചിട്ട് ഇത് ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം എങ്ങനെ ഇവർക്ക് ഇത് ഇഞ്ചീലിൽ വരുന്നില്ല, തോറയിലും പെടുന്നതല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ തോറയിലും ഇഞ്ചീലിലും മുഹമ്മദിനെ കുറിച്ച് പ്രവചനം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്നല്ലേ എടുക്കേണ്ടത്. അതല്ലാതെ തോറയിലും ഇഞ്ചീലിലും പെടാത്ത പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ കണ്ടില്ലേ സൂറ 7:157 പറഞ്ഞിരിക്കുന്നത് സത്യമായി ഭവിച്ചു എന്നൊന്നും പറയുന്ന ഒരാവശ്യമില്ല, വില പോവില്ല. മനസ്സിലായ? നിങ്ങൾ ഈ പറയുന്ന തോറയിലോ അല്ലെങ്കിൽ ഇഞ്ചീലിലോ ഉത്തമഗീതം വരില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ പോലും അതങ്ങനെയല്ല നമ്മൾ വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാക്കി. ഇനിയിപ്പോ അതാണെന്ന് വരികെ പോലും ഖുർആൻ അനുസരിച്ച് ഈ പുസ്തകം ബൈബിളിൽ വരാത്ത പുസ്തകമായതുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ വാദമായി ഇതെടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇത് തോറയിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇഞ്ചിയിലുള്ളതായിരിക്കണം. ഇത് രണ്ടിലും ഉൾപ്പെടാത്ത പുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വിലയില്ല, നിങ്ങളുടെ വാദം വില പോവുകയില്ല. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ വ്യർത്ഥമായി ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കഷ്ടപ്പെടുന്നത്? എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം നിങ്ങൾ കളയുന്നത്? നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ സമയം കളയും. ഇപ്പൊ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് കുറെ നാള് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് മുഴുവൻ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തതാണ്. പിന്നെ ഇപ്പൊ അതേ വീഡിയോയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. എന്തിനാ ഇത്? വണ്ടേ നീ ചാകുന്നു വിളക്കും കെടുത്തുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സമയവും പോകുന്നു, ഞങ്ങളുടെ സമയവും പോകുന്നു. എന്തിനാ ഇത് വെറുതെ വ്യർത്ഥ പരിശ്രമം? മുസ്ലിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിപ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പണ്ഡിതന്മാരോടല്ല പറയുന്നത്, സാധാരണക്കാരായ മുസ്ലിങ്ങളോടാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങളെ അവർക്ക് ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരിപ്പോഴും സാധാരണ ലെവലിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ പണ്ഡിതന്മാരായനെ. അവർ പണ്ഡിതന്മാരാകാത്തതുകൊണ്ട് എനിക്ക് ഇവരിൽ പ്രതീക്ഷയുണ്ട്, സാധാരണക്കാരായ മുസ്ലിങ്ങളിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ ദൈവത്തിന്റെ വചനമാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ആ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതെല്ലാം സൗജന്യമായി ഇന്റർനെറ്റിലിട്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആയാലും പുതിയ നിയമത്തിലെ ആയാലും ഒരു വാക്കെടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥവും വ്യാഖ്യാനവും കൊടുത്താൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എത്ര വലിയ അവിശ്വാസിയും ബൈബിളിൽ നിന്നുള്ള ഏത് ഭാഗം എടുത്തുകൊണ്ടുവന്ന് വിമർശിച്ചാലും ക്രിസ്ത്യാനികൾക്ക് അതിന് മറുപടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ ബൈബിൾ ഡിക്ഷണറിയും ഗ്രീക്ക് ഹീബ്രു ലെക്സിക്കനും ബൈബിൾ കൺകഡൻസും ഒക്കെ നെറ്റിലിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പൊ തെളിവായിട്ട് ഞാൻ എടുത്തു കാണിച്ചതല്ല, നെറ്റിൽ നിന്നാണ് എടുത്തു കാണിച്ചു തന്നത് നിങ്ങൾക്ക്. ഇതൊക്കെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കാൻ താല്പര്യമുള്ളവൻ പഠിക്കട്ടെ. അവനത് പഠിച്ചിട്ട് എങ്ങനെയൊക്കെ വിമർശിക്കാൻ വന്നാലും ഞങ്ങൾക്ക് ഉത്തരവുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ്, അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടുള്ള 2000 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ക്രൈസ്തവരുടെ ഉറപ്പാണത്. അതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഖുർആൻ കാട്ടറബികളുടെ ഭാഷയിൽ കാട്ടറബികൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറബി അറിയാത്ത ഒരാൾക്ക് മൂലഭാഷയിൽ നിന്നുള്ള അർത്ഥസഹിതം അത് പഠിക്കാനുള്ള യാതൊരു സംവിധാനവും മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോ ഹീബ്രുവോ ഗ്രീക്കോ അറിയാത്ത ഒരാൾക്ക് പോലും ബൈബിളിലെ ഒരു വാക്കിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്, അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ്, അതിന്റെ റൂട്ട് വേർഡ് ഏതാണ്, അതിന്റെ ബഹുവചന രൂപം ഏതാണ്, ആ വാക്ക് ബൈബിളിൽ എത്ര സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഉപയോഗിച്ചിരിക്കുന്ന ഓരോയിടത്തും എങ്ങനെയാണ്, ഏത് അർത്ഥത്തിലാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങി സകല സംഗതികളും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖുർആനിലെ ഒരു വാക്കിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഖുർആൻ പഠിതാവിന് ഇങ്ങനെയുള്ള യാതൊരു ഡാറ്റയും നെറ്റിൽ നിന്ന് കിട്ടുകയില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണിത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ബൈബിൾ ദൈവവചനമാണ്. അത് ലോകത്തുള്ള എല്ലാ ഭാഷക്കാരുടെയും അടുക്കൽ എത്തണം. അതുകൊണ്ട് സകല ഭാഷകളിലേക്കും ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ ആശ്രാന്ത പരിശ്രമം നടത്തുന്നു. ഇത് ദൈവവചനമായതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോലെ ലോകത്തുള്ള സകല മനുഷ്യർക്ക് ഇത് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവര് പല ഭാഷകളിൽ ലിപി കണ്ടുപിടിച്ചു. ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഈ ട്രൈബൽസ് ഏരിയകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ആളുകളുണ്ട്. അപ്പൊ അവിടെ ബൈബിളില്ല. അവരുടെ ഭാഷയുണ്ട്, പക്ഷെ ആ ഭാഷയിൽ ബൈബിളില്ല, ലിപിയില്ല. അപ്പൊ ലിപി അവർ കണ്ടുപിടിച്ച് അവിടെയുള്ള കുഞ്ഞുങ്ങളെ എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ച്, കാരണം ഈ തലമുറ പ്രായമുള്ള ആൾക്കാരെ നോക്കണ്ട, അതുകൊണ്ട് അടുത്ത തലമുറ ഇവർ ലിപിയൊക്കെ കണ്ടുപിടിച്ച് അടുത്ത തലമുറയിലുള്ള ആ കുഞ്ഞുങ്ങളെ അവരെ പഠിപ്പിക്കുന്നു. അവരെ പഠിപ്പിച്ച് അവർ വളർന്ന് വലുതായി വരുമ്പോഴേക്കും അവരുടെ ഭാഷയിൽ ലിപിയൊക്കെ ആയിട്ട് അവർ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ച് നല്ല ഇതൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ആ ഭാഷയിലേക്ക് ബൈബിളും പരിഭാഷപ്പെടുത്തി കൊടുക്കും. മനസ്സിലായ? ഇന്ത്യയിൽ തന്നെ പല ഭാഷകൾക്ക് ലിപി ഉണ്ടായതിന്റെ കാരണം ബൈബിൾ പരിഭാഷകരാണ്, പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്ന മിഷണറിമാരെ. എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്? ഇത് ദൈവവചനമാണ്, ഇത് അവരുടെ ഭാഷയിലേക്ക് എത്തണം
എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ദൈവവചനമാണ് എന്നുള്ള ബോധ്യമില്ല. അങ്ങനെ ഒരു ബോധ്യമേ അവർക്കില്ല. മാത്രമല്ല അതിന്റെ ഉള്ളടക്കം, ഖുർആന്റെ ഉള്ളടക്കം 4 പേര് കൂടുന്നിടത്ത് പറയാൻ പറ്റുന്നതുമല്ല എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് താനും. അതുകൊണ്ട് ഖുർആൻ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതിലെ ഉള്ളടക്കം മുസ്ലിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാ മുസ്ലിങ്ങളും അല്ല, അറബി ഭാഷ പഠിച്ച മുസ്ലിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് അവരുടെ ചിന്താഗതി. ആ ചിന്താഗതിയുമായി കൂപമണ്ഡൂകങ്ങളെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ദാവാക്കാർ ഇതുപോലെയുള്ള ഉഡായിപ്പുകളുമായി രംഗത്ത് വരാൻ ധൈര്യപ്പെടുന്നത്. കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങൾ, ഒരു ശരാശരി മുസ്ലിമിന് ആകെ അറിയാവുന്നത് അർത്ഥമറിയാത്ത അറബിയിൽ ഖുർആൻ ഓതാൻ മാത്രമാണ്. അവന് അറബി എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. ഇപ്പൊ എത്രയോ പേര് ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആൽഫബറ്റിക് അത് പഠിച്ചിട്ടുണ്ട്. ആൽഫബറ്റ് എ മുതൽ സെന്റ് വരെയുള്ളത് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം വായിക്കാൻ അതും അറിയാം, അതൊക്കെ അറിയാം. എന്ന് വെച്ചിട്ട് അർത്ഥം അറിയണോ? അർത്ഥം അറിയണമെന്നില്ല. അർത്ഥം അറിയാതെ തന്നെ ഇംഗ്ലീഷ് വായിക്കാൻ സാധാരണ മനുഷ്യർ, നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരി ആളുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെയുള്ള ഇവർ ഖുർആൻ വായിക്കുന്നത് അല്ലെങ്കിൽ അറബി ഇവർ വായിക്കുന്നു എന്നുള്ളതുകൊണ്ട് അറബി അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. ഇവർക്ക് ഓതാനേ അറിയുള്ളൂ. ഇവർ വായിക്കുകയല്ല യഥാർത്ഥം ചെയ്യുന്നത്, ഖുർആൻ ഓതുകയാണ്, ഓതാനാണ് പഠിക്കുന്നത്. താൻ ഓതിപ്പോകുന്ന ഖുർആനിലെ വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും അവനറിയില്ല. അതറിയാനുള്ള സംവിധാനങ്ങൾ ഇവന്മാരുടെ പണ്ഡിതന്മാർ ഒരുക്കിയിട്ടുമില്ല. ഒരു ക്രിസ്ത്യാനിക്ക്, അത് മലയാളിയല്ല, തമിഴായാലും തെലുങ്കായാലും ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള ഒരു ക്രിസ്ത്യാനി, അവന്റെ ഭാഷയിൽ ബൈബിൾ ഉണ്ട്. അവൻ ആ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവനിപ്പോ ഒരു ഡൗട്ട് വന്നു, അതിന്റെ ഇതില് ഇങ്ങനെ തന്നെയാണ് ഈ വാക്കിന്റെ അർത്ഥം, മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് എന്നൊക്കെ അവന് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെറ്റി പരതിയാൽ മതി. നെറ്റി പരതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ബൈബിൾ ഹബ്ബ് പോലെയുള്ള ധാരാളം സൈറ്റുകളുണ്ട്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഹീബ്രു ടെക്സ്റ്റ് അനലൈസ് ഒക്കെ ഉണ്ട്, അനലൈസർ. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഓരോ ഉപയോഗിച്ചിരിക്കുന്ന അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് ഹീബ്രുവിൽ തന്നെയാണ്, ഈ ഗ്രീക്കിൽ തന്നെ കൊടുക്കും. പക്ഷെ ഹീബ്രു ഗ്രീക്കും അറിയാത്തവന് അത് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ട്, ഉച്ചാരണം എങ്ങനെയാണ്, ഫോണറ്റിക് എങ്ങനെയാണ്. അപ്പൊ ആ ഉച്ചാരണം അത് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അർത്ഥം അത് വേറെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ബൈബിൾ പഠിക്കട്ടെ, ആളുകൾ പഠിക്കട്ടെ എന്നുള്ള താല്പര്യത്തില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനവും ഖുർആന്റെ കാര്യത്തിൽ ഇവന്മാരുടെ പണ്ഡിതന്മാർ ഒരുക്കിയിട്ടില്ല. കാരണം ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അവർക്കറിയാം 8 നിലയിൽ പൊട്ടും. ഇസ്ലാം എന്ന് പറഞ്ഞ മതം 8 നിലയിൽ പൊട്ടും. അത് ഇപ്പൊ തന്നെ അള്ളാഹു മുഹമ്മദൊക്കെ സ്പേസിലല്ലേ. ഇത് സ്പേസ് ഗാലക്സിയൊക്കെ കടന്ന് എവിടേക്കോ പോകും. അതൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതൊന്നും ഇവർ ചെയ്യാത്തത്. എന്നിട്ട് എന്ത് ചെയ്യും, പണ്ഡിതന്മാരെ അർത്ഥം പറഞ്ഞു കൊടുക്കും. പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം മുസ്ലിങ്ങൾ അങ്ങോട്ട് വിലക്കെടുക്കും. മനസ്സിലായ? ഈ മദ്രസ പൊട്ടന്മാരെ എന്ത് പറഞ്ഞും പറ്റിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സാധിക്കും. ഇവർ ഈ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനവും ഇല്ല. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെയും കാര്യം എന്നാണ് ഈ ദാവാക്കാര് പണ്ഡിതന്മാര് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പണ്ഡിതന്മാർക്ക് ബോധമില്ല, ബുദ്ധിയില്ല, വിവരമില്ല. അതുകൊണ്ട് അവർ പണ്ഡിതനായത് ഇസ്ലാമില്. അപ്പൊ അവരും ചിന്തിക്കുന്നത് മുസ്ലിങ്ങളെ ഞങ്ങൾ പറ്റിച്ചു നിർത്തുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളെയും പറ്റിച്ചു നിർത്താം. അങ്ങനെയാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണ് ഇവര് ഇത്തരം വാദവുമായിട്ട് വരുന്നത്. ഈ മുഹമ്മദീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ അത് മുഹമ്മദീം എന്നല്ല മഹ്മദീം എന്നാണെന്നും ആ വാക്ക്, അതിനെക്കുറിച്ച് ആ വാക്കിന്റെ തന്നെ അതിന്റെ റൂട്ട് എവിടെ നിന്ന് വരുന്നു, അത് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്, എത്ര സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് അത് ഏത് ഇതിലാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇവര് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും മുഹമ്മദ് എന്നുള്ള അർത്ഥത്തിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആ പേരേ ഇല്ല. പല അർത്ഥങ്ങളുണ്ട്. മനോഹര സാധനങ്ങൾ, സുന്ദരൻ എന്നുള്ള സർവാംഗ സുന്ദരൻ, ഉത്തമഗീത 5:16 അങ്ങനെയാണല്ലോ തർജ്ജമയായിട്ട് സർവാംഗ സുന്ദരൻ. ആ സർവാംഗ സുന്ദരൻ എന്നുള്ളത്, അല്ലെങ്കിൽ മനോഹരമായത്, മനോഹര വസ്തുക്കൾ എന്നുള്ളത് മനോഹരമായത്, അല്ലെങ്കിൽ കണ്ണിന്റെ ആനന്ദമായിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കണ്ടു ഉൽപ്പത്തി 2:9 ഏറ്റവും ആദ്യം വരുന്നത് ഹ്മദ് എന്നുള്ള വാക്ക്, കാണുവാൻ ഭംഗിയുള്ളത്. അപ്പൊ ഭംഗിയുള്ളത് അങ്ങനെയൊക്കെയുള്ള ആ അർത്ഥത്തിലെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. ഒറ്റയിടത്ത് പോലെ ഇവർ പറയുന്നത് പോലെ അതൊരു വ്യക്തിയുടെ പേരായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടേ ഇല്ല. കാരണം അതൊരു നൗണല്ല, വ്യക്തിനാമമല്ല. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവന്മാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഒരു പണ്ഡിതന്മാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനിയുടെ അടുത്ത് ഈ വാദവും കൊണ്ടുവന്നാൽ ക്രിസ്ത്യാനിക്ക് ഇത് പോയി പരിശോധിച്ച് നോക്കാനുള്ള എല്ലാ സെറ്റപ്പും കൂടി ഉണ്ടെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് അടിമകളായ മുസ്ലിങ്ങളെ, പണ്ഡിതന്മാരുടെ അടിമകളായ മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളെയും പറ്റിക്കാം. ആ തെറ്റിദ്ധാരണയിലാണ് ദാവാക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വാദവുമായിട്ട് വരുന്നത്. എന്റെ ദാവാക്കാരെ, അത് എന്നുമെന്നും വ്യാമോഹം മാത്രമായി തന്നെ ഇരിക്കുകയുള്ളൂ. മനസ്സിലായോ? അത് നിങ്ങളുടെ വ്യാമോഹമാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ പറ്റിക്കാമെന്നുള്ളത്. മദ്രസ പൊട്ടന്മാരെ പോലെയല്ല ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് അനാബാപ്റ്റിസ്റ്റുകാര്. ബൈബിള് പഠിക്കണം, ഞങ്ങളുടെ ആളുകൾ ബൈബിള് പഠിക്കണം
എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെറുതെ പഠിച്ചാൽ പോരാ, ഞങ്ങളുടെ ഇടയിലെ പണ്ഡിതന്മാർ എങ്ങനെ ബൈബിൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിലെ സാധാരണക്കാരായ വിശ്വാസികളും ബൈബിൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഇടയിലെ പണ്ഡിതന്മാർ ബൈബിൾ എങ്ങനെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു, അങ്ങനെ തന്നെ സാധാരണക്കാരനും അത് മനസ്സിലാക്കണം, പഠിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ബൈബിളിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനായ ക്രിസ്ത്യാനിക്കും അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രൈസ്തവർ ഒരുക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വിട്, എന്റെ കാര്യം തന്നെ നോക്കാം. ഞാൻ 10ാം ക്ലാസ് പാതിക്ക് വെച്ച് നിർത്തിയ ആളാണ്. SSLC എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല. ലോകപ്രകാരമുള്ള എന്റെ വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ. ഉത്തമഗീതം 5:16 നിന്ന് മഹ്മദീം എന്ന വാക്കെടുത്തുകൊണ്ട് വന്ന് അത് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ മഹ്മദീം എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം എന്താണ്, മഹ്മദീം എന്ന വാക്കിന്റെ റൂട്ട് വേർഡ് ഏതാണ്, ആ റൂട്ട് വേർഡിന്റെ അർത്ഥം എന്താണ്, അത് ബൈബിളിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്, ഈ മഹ്മദീം എന്ന വാക്ക് ബൈബിളിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇത്യാദി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മറുപടി പറയാൻ 10ാം ക്ലാസ് പാതിക്ക് വെച്ച് നിർത്തിയ എനിക്ക് പോലും സാധിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ദാവാക്കാരെ അറിയോ? എനിക്ക് ലഭിച്ച ദൈവകൃപയുണ്ട്, അത് വേറെ കാര്യമാണ്, അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവകൃപയുടെ കാര്യമല്ല. മൂലഭാഷയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കി പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും പഠിക്കാൻ വേണ്ടുന്ന മെറ്റീരിയലുകൾ സൗജന്യമായി ഞങ്ങളുടെ ആളുകൾ നെറ്റിൽ ഇട്ടിട്ടുണ്ട്. പുസ്തകങ്ങളായി ഇറക്കിയ വേറെയുമുണ്ട്. അപ്പൊ ആ സൗകര്യം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എനിക്കത് മറുപടി പറയാൻ സാധിച്ചത്. ഞാൻ മാത്രമല്ല, അത്തരം സ്റ്റഡി മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പക്കാര്, യുവതലമുറയിലുള്ള ചെറുപ്പക്കാര്. അപ്പൊ അതുകൊണ്ട് മദ്രസ കുട്ടന്മാരെ പറ്റിക്കുന്ന പോലെ ഞങ്ങളെ പറ്റിക്കാം എന്നുള്ള നിങ്ങളുടെ വ്യാമോഹം ഒന്നും ഇവിടെ ചെലവാകുകയില്ലെന്നാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഇവന്മാരുടെ ഈ വാദം എങ്ങനെയാണ് ഇവർക്ക് തിരിച്ചടിയായിട്ട് വരുന്നത്, വേറെ രീതിയിൽ അതിന്റെ പൊള്ളത്തരം, അല്ലെങ്കിൽ ഇവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറെ ആ കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ദാവാക്കാര് വാദിക്കുന്നത് പോലെ ബൈബിളിലുള്ള മഹ്മദീം എന്ന ഹീബ്രു പദം മുഹമ്മദിനെ കുറിക്കുന്നതാണെങ്കിൽ വേറെ ചില ഹീബ്രു വാക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മുസ്ലിങ്ങൾ എപ്പോഴും മാർത്തട്ടഹസിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ. അല്ലാഹു അക്ബർ, ഈ അക്ബർ എന്നുള്ള വാക്കും ബൈബിളിലുണ്ട്, അത് നിങ്ങൾ അറിയണം. ഹീബ്രുവിൽ അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എലി എന്നാണ് ഹീബ്രു ഭാഷയിൽ അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം. എലി ബൈബിളിൽ പലയിടത്തും എലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ യശയാവ് 66:17 ചുണ്ടലി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന, അങ്ങനെയുള്ള എലീനെ പറ്റി പറഞ്ഞിരിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. അവിടെ ആ എലി എന്ന വാക്കുണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ എലി എന്ന് പറയുന്ന ആ വാക്ക് ഹീബ്രുവിൽ എങ്ങനെയാണെന്ന് അറിയോ, അല്ലെങ്കിൽ ബൈബിളിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്ന അറിയോ? അക്ബർ എന്നാണ്. അക്ബോർ എന്നുള്ള വാക്ക്. അപ്പോ അക്ബോർ എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരുടെ കഴുത്തറക്കുമ്പോഴും ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കുമ്പോഴും ആൾക്കാരുടെ പള്ളയ്ക്ക് കത്തി കയറ്റുമ്പോഴും അങ്ങനെ എന്ത് ചെയ്താലും, വിമാനം പോയിട്ട് ഈ ബിൽഡിങ്ങുകളിൽ ഇടിച്ചിറക്കുമ്പോഴും, അങ്ങനെ മുസ്ലിങ്ങൾ എന്ത് നശീകരണ പ്രവൃത്തി ചെയ്താലും അപ്പൊക്കെ വിളിക്കുന്ന പരിപാടി എന്താണ്? അല്ലാഹു അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ എലി എന്നാണ് ഹീബ്രുവിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു എലിയാകുന്നു, അതല്ലേ അതിന്റെ അർത്ഥം? അല്ലാഹു എലിയാകുന്നു. കേരളത്തിൽ ഇപ്പോൾ ഡിങ്കമതക്കാർ എന്നൊരു കൂട്ടരുണ്ട്. ഡിങ്കനാണ് അവരുടെ ദൈവം. ഡിങ്കൻ ഒരു ചുണ്ടലിയാണ്, നമുക്കറിയാം. ആ കഥാപുസ്തകം പണ്ട് ബാലമംഗളത്തിൽ ഇത് ആദ്യം വരുന്ന സമയത്തൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഡിങ്കൻ ഒരു ചുണ്ടലിയാണ്. അന്യഗ്രഹ ജീവികൾ ഡിങ്കൻ എന്ന ചുണ്ടലിയെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ശക്തിമാനായി തീർന്നതാണ്. പിന്നീട് മറ്റു മതക്കാരുടെ സകല സംഗതികളും കോപ്പി അടിക്കുന്നതാണല്ലോ ഇസ്ലാമിന്റെ പണ്ട് മുതലേ ഉള്ള ശീലം. ആരംഭകാലം, പണ്ടെന്നാ പറഞ്ഞാൽ പോലെ അതിന്റെ ഉത്ഭവകാലം മുതലേ അതങ്ങനെയാണ്. മുഹമ്മദ് ചുറ്റുപാടുള്ള മതങ്ങളെയൊക്കെ കോപ്പി അടിച്ചുണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ആ ശീലം വെച്ച് ഇനി ഡിങ്കമതക്കാർക്കും രക്ഷയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡിങ്കമതക്കാര് അവരുടെ ദൈവമായിട്ട് ഡിങ്കനെ കൊണ്ടു കിടക്കുന്നു. ചുണ്ടലി, ഡിങ്കൻ എന്ന് പറഞ്ഞ ചുണ്ടലി. അവരവരുടെ ബുദ്ധിക്കും ബോധത്തിനും അനുസരിച്ച ദൈവങ്ങളെ ഓരോരുത്തർക്ക് കിട്ടുകയുള്ളൂ. ഡിങ്കമതക്കാരുടെ ബുദ്ധിയും ബോധം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ ചുണ്ടലിയെ പിടിച്ച് ദൈവമാക്കി കൊണ്ടു നടക്കുന്നു. ഓക്കെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചോ ഡിങ്കമതക്കാരെ. ഇപ്പൊ ഇത് പറഞ്ഞ സ്ഥിതിക്ക്, ഞാനിത് പറഞ്ഞ സ്ഥിതിക്ക്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു എലിയാണ് എന്നുള്ള കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർ ഡിങ്കന്റെ മേലും അവകാശവാദം ഉന്നയിക്കും. ഡിങ്കമതക്കാരിൽ നിന്നും കോപ്പി അടിക്കാൻ പറ്റാവുന്നതൊക്കെ ഇനി അവർ കോപ്പി അടിക്കും. ഡിങ്കമതക്കാർക്ക് രക്ഷയില്ല.
ദാവാക്കാർ ഇതുവരെ ബൈബിളിലും അതുപോലെ ഭവിഷ്യപുരാണത്തിലും ഒക്കെ മുഹമ്മദിനെ അന്വേഷിച്ച് നടന്നു. പുരാണത്തിൽ മാത്രമല്ല വേദങ്ങളിലൊക്കെ മുഹമ്മദിനെ കുറിച്ച് പ്രവചനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കോപ്പിയടിക്കാൻ നോക്കുകയാണ് അവരിൽ നിന്നുള്ളത്. ഏതായാലും ഇപ്പൊ അള്ളാഹു എലിയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവർ ഇനി മുതൽ ബാലമംഗളത്തിലും മുഹമ്മദിനെ തപ്പാൻ തുടങ്ങും. ഭവിഷ്യപുരാണത്തിലും ബൈബിളിലും മാത്രമല്ല, വേദങ്ങളിലൊക്കെ മാത്രമല്ല, ഇനി പോയി ബാലമംഗളത്തിലും മുഹമ്മദിനെ കുറിച്ച് പ്രവചനം ഉണ്ടെന്നും പറഞ്ഞ് അവിടെയും തപ്പാൻ തുടങ്ങും. പാവം ഡിങ്കമതക്കാർ, നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. ഡിങ്കമതക്കാരുടെ ദൈവത്തിന്റെ കാര്യവും കഷ്ടത്തിലാകാൻ പോവുകയാണ്. ഞാനിപ്പോ ഇതൊരു കോമഡി ആയിട്ടാണ് പറഞ്ഞതെങ്കിലും സംഗതി മുസ്ലിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ഉഡായിപ്പ് പരിപാടിയുമായി വന്നാൽ തിരിച്ച് നിങ്ങളുടെ അള്ളാറെ ഞങ്ങൾ എലിയും പട്ടിയും പൂച്ചയും ഒക്കെ ആക്കി വിടും. അതിൻ്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടാ? ബൈബിളിലും ബൈബിളിന്റെ വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, ഹെർമന്യൂട്ടിക്സ്, ബൈബിളിന്റെ ഹെർമന്യൂട്ടിക്സ്. ആ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിച്ചോളാം ബൈബിളിനെ. ഞങ്ങൾ ആരും നിങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വരുന്നില്ല. ഞങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ടോ? ഇല്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാന കൃതികൾ അതാ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന പണ്ഡിതൻ ഇങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചതെന്നും പറഞ്ഞാൽ അതാ ഞങ്ങൾ കൊണ്ടുവരാറുള്ളത്. അല്ലാതെ ഞങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ടോ? അത് ശരിയല്ല. ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ, ഇപ്പൊ എന്റെ ആവശ്യം തന്നെ 5-6 പണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അത് ഖുറാന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊന്നുമല്ല, 6-7 വോളിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 4 വോളിയുണ്ട്, 4 മുതൽ 6 വോളിയം വരെ ഉള്ളത്, അല്ലെങ്കിൽ 7-8 അങ്ങനെയൊക്കെയാണ്. 4 മുതൽ അങ്ങോട്ട് മേലോട്ടുള്ളതാണ് പല ഇതില്. അപ്പോൾ അത്രയും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഓരോ വോളിയും നല്ല പൈസ ഇവർ ഈടാക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ പോലെ വില കുറച്ചൊന്നല്ല കൊടുക്കുന്നത്, നല്ല കാശ് കൊടുത്തിട്ട് തന്നെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ വെച്ചിരിക്കുന്നത്. 4, 5, 6 വോളിയും ഒക്കെ ഉള്ള സാധനത്തിനൊക്കെ 6000, 7000, 8000 രൂപയൊക്കെ കൊടുക്കണം. അത്രയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളിത് വാങ്ങി വെച്ചിരിക്കുന്നത് ഇവിടെ. എന്തിനാ? ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ പുസ്തകത്തെ. അപ്പൊ നിങ്ങളുടെ പണ്ഡിതന്മാര് അത് ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ, മുജാഹിദുകളായാലും സുന്നികളായാലും ഏത് ഇതിലായാലും ശരി, അവരവരുടെ വ്യാഖ്യാനം ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിങ്ങനെ പറയുന്നു എന്നും പറഞ്ഞ് ഞങ്ങളത് ചെയ്തത് ഞങ്ങൾ കാണിക്കുന്ന മാന്യതയാണ്. മനസ്സിലായി? നിങ്ങളോട് കാണിക്കുന്ന മാന്യതയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ആ മാന്യത തിരിച്ചു കാണിക്കേണ്ടവരാണ്. അത് നിങ്ങൾ കാണിക്കുന്നില്ല. അത് മുഹമ്മദെ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ പറയണ്ട. നിങ്ങൾക്ക് മാന്യത എന്താണെന്ന് അറിഞ്ഞുകൂടാ. മുഹമ്മദിന്റെ കാലം മുതലേ അതില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് മാന്യത ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ വെച്ചാൽ മതി. ഞങ്ങളുടെ നേരെ മാന്യത ഇല്ലായ്മ എടുക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കള്ളപ്രവാചകനെ ബൈബിളിൽ നിന്ന് തപ്പിയെടുക്കാൻ വേണ്ടി ബൈബിൾ ദുർവ്യാഖ്യാനം നടത്താൻ വരുന്ന നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ തന്നെ തടഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ അല്ലാഹുവും മുഹമ്മദും ജിബ്രീലും ഒക്കെ എലിയും പട്ടിയും പൂച്ചയും പാമ്പും കുറുക്കനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഊടാടി നടക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. അന്നേരം ഞങ്ങളോട് വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പണ്ഡിതന്മാർ വരുത്തി വെക്കുന്ന വിനയാണ് കേട്ടാ. ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. അതുവരേക്കും നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.